മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കുക എന്നുള്ളത് നമ്മളൊക്കെ കൊതിക്കുന്നൊരു സംഗതിയാണ് അല്ലേ? എല്ലാവരും അല്ലെങ്കിൽ നമ്മളുടെ കുടുംബാദികൾ, ഇപ്പോൾ ഭാര്യ അല്ലെ ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, അല്ലെ നമ്മുടെ കൂടെ സ്നേഹജനങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, അയൽവാസികൾ, ഇവരിൽ നിന്നൊക്കെ ഒരു സ്നേഹം ലഭിക്കുക, മഹബത്ത് ലഭിക്കുക, ഒരു പരിഗണന കിട്ടുക, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നൊരു സംഗതിയാണ്. പലപ്പോഴും നമ്മെ വിളിച്ചൊക്കെ പരാതി പറയുന്ന ആളുകൾ പറയുന്നതാണ്, ഭർത്താവ് സ്നേഹിക്കുന്നില്ല, അല്ലെ ഭാര്യ പരിഗണിക്കുന്നില്ല, അല്ലെ എന്ത് ചെയ്യുക, മക്കളുടെ സ്നേഹം കിട്ടുന്നില്ല, പരിഗണിക്കുന്നില്ല, നോക്കുന്നില്ല, കുടുംബത്തിൽ സമൂഹത്തിലൊന്നും ഒരു വിലയില്ല. ഇതൊക്കെ പരിഹരിച്ച് കിട്ടാനുള്ള ഒരു പരിഹാര മാർഗം പരിശുദ്ധ അസ്മാഉൽ ഹുസ്നയുടെ ഒരു ഇസ്മ മഹാന്മാർ പഠിപ്പിച്ചിരുന്നുണ്ട്. യാ വദൂദു എന്ന ഇസ്മ. യാ വദൂദു എന്ന ഇസ്മ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരാൾക്ക് ജനങ്ങളുടെ മഹബത്ത് ലഭിക്കാൻ, മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാൻ കാരണമായി തീരും. പക്ഷേ അത് ചൊല്ലേണ്ട ഒരു രൂപവും ചില അമലുകളുടെ ശൈലിയൊക്കെ മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പവർഫുള്ളായ ഒരു ദുആ കൂടെ എല്ലാവരും നമ്മൾ ഈ ദുആ പതിവാക്കുന്ന ആളുകളോട് ജനങ്ങൾക്കൊരു പ്രത്യേക മമത ഉണ്ടാകുന്നു. ചില ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ, അവർ കണ്ടാൽ വലിയ ചേലും കോലും ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ആളുകൾ അവരെന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കും, ആളുകൾ അതങ്ങ് സ്വീകരിക്കും, ആളുകൾ എന്ത് ചെയ്യും, അയാളുടെ വാക്കിന് വില കൽപ്പിക്കും. അത്തരത്തിലുള്ള ചില ആളുകളുണ്ട്. എന്ത് കാരണം? ജനങ്ങൾക്ക് അയാളോടുള്ള മതിപ്പാണ്, ജനങ്ങൾക്ക് അവരോടുള്ള ഒരു സ്നേഹവും ബഹുമാനമാണ്. ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ ബഹുമാനവും ആദരവും ഉണ്ട്. അതും പ്രത്യേകിച്ച് സ്വാലിഹീങ്ങളായ ആളുകൾക്കിടയിൽ മഹബത്തുണ്ടാകാനുള്ള നല്ലൊരു പരിഹാര മാർഗമാണ് ഈ പ്രാർത്ഥനയും അതുപോലെ യാ വദൂദു എന്ന ഇസ്മും. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കേണ്ടവർ നമ്മുടെ കമൻറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കഴിയുന്ന ആളുകൾക്ക് അത് പൂർണ്ണമായി കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു നമ്മയൊക്കെ ഇഷ്ടദാസന്മാരിൽ ചേർത്ത് അനുഗ്രഹിക്കട്ടെ.